വാർത്തയിലേക്ക് വിശദമായി. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എസിപിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നാളെ തുറന്ന കോടതിയിൽ ഹാജരാക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, സെൻട്രൽ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളും വരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഏതാണ്ട് 7:30 വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിലൂടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത് നാളേക്കാണ് വെച്ചിരിക്കുന്നത്. നാളെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഏതാണ്ട് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ നേരത്തെ ചുമത്തിയിരുന്ന 2 വകുപ്പുകൾ പ്രകാരമാണ് BNS ആക്ട് 75 അതോടൊപ്പം തന്നെ അതിൻ്റെ 2 അനുച്ഛേദങ്ങൾ വരും. അതോടൊപ്പം തന്നെയാണ് IT ആക്ട് പ്രകാരം 67 IT ആക്ട് പ്രകാരവും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ BNS പ്രകാരമുള്ള വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നതല്ല. കോടതിയിൽ തന്നെ ഹാജരാക്കി അവിടെ ജാമ്യം മാത്രമേ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായി നാളെ കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ തന്നെ കഴിയേണ്ടി വരികയും ചെയ്യും. ഒപ്പം ഇന്ന് വൈകിട്ടാണ് ഹണി റോസ ഈ പരാതിക്കൊപ്പം തന്നെ ഈ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി മൊഴി നൽകുമെന്നാണ് പൊതുവിൽ ധരിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഇതൊരു അപ്രതീക്ഷിത നീക്കം തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം തന്നെ ഹണി റോസും ഇത്തരം മൊഴി നൽകാൻ സന്നദ്ധയായിരുന്നു. അവർ ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്ത് മൊഴി രേഖപ്പെടുത്തിയെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ഈ കേസിനെ കൂടുതൽ ഗൗരവതരമായ രീതിയിലേക്ക് സമീപിക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ മൊഴി പ്രകാരം അവർക്ക് പറയുവാനുള്ള അത്രയും കാര്യങ്ങൾ, മറ്റു പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ തന്നെയും അത് മുഴുവനായും തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കല്ല മജിസ്ട്രേറ്റിനെ നേരിട്ട് തന്നെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു മൊഴി കൂടിയാണ്. അത് നാളെ കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരും. ആ സമയത്ത് തന്നെയായിരിക്കും കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പമുള്ള അഭിഭാഷകർ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിൽ ഈ നടിയുടെ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ വരാനുള്ളൊരു സാധ്യത വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ വന്നിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം മാത്രമായിരിക്കില്ല അതിലുള്ളത്. ഇവർ എന്തായാലും 2 മണിക്കൂറിലേറെ നീണ്ട രഹസ്യമൊഴിയാണ് നടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരുക്ക് കൂടുതൽ മുറുകാനുള്ള സാധ്യത ഡാനി സൂചിപ്പിച്ചതുപോലെ നിലനിൽക്കുന്നു. ഡാനി, ഇപ്പോൾ ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട യാത്രയുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയണം? തെളിവുൾപ്പെടെ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനുള്ളത്? നിലവിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടി പരാതിക്കൊപ്പം തന്നെ കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർ ഉന്നയിച്ച ചില ആക്ഷേപങ്ങളുണ്ട്. ചില പൊതുയിടങ്ങളിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ട്. ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അവരെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നു. പിന്നെയും അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഇതൊരു തമാശ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ചില ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് ഈ പരാതിയെ നടി സമീപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ഈ പരാതിക്ക് ഉപോത്ബലകമായ കാര്യങ്ങൾ ഇയാൾ നിന്ന് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ചോദിച്ച് അറിയുന്നു. ഇവർക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഒപ്പം തന്നെ ഇവർ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് നടി ആരോപിക്കുന്നുണ്ട്. കാരണം അവരെ ഈ പൊതുമധ്യത്തിൽ അപമാനിക്കുക, ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ചെല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇപ്പുറത്ത് നടക്കുകയും തന്നെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിൽ
സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ചെയ്യുകയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അങ്ങനെ ആരൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഇതൊരു പെയ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ, ആരൊക്കെയായിരുന്നു ഇയാൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവർ എന്ന ഇതെല്ലാം കാര്യങ്ങൾ പരിശോധിക്കും. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ നടി നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയിൽ മറ്റെന്തെങ്കിലും വസ്തുതകളുണ്ടോ, ഈ രീതിയിൽ ആരെയെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ പരാതി ചെന്നെത്താനുള്ള സാധ്യതകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടു പോകും. കൂടുതൽ പേരിതിലേക്ക് ഇനി വരുവാനുള്ള സാധ്യതകളുണ്ടോ, അവർക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നടി പരാമർശിച്ചിട്ടുണ്ടോ എന്നതടക്കം അത് കോടതിയിലാണ് അത്തരം കാര്യങ്ങളുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അങ്ങനെ ഏതെങ്കിലും വെളിപ്പെടുത്തൽ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ സന്ദർഭത്തിൽ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ചോദിച്ച് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും നടപടികളുമാണ് പുരോഗമിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കുമെന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. ശരി, നാളെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ എങ്കിലും വൈദ്യപരിശോധന ഇന്ന് നടക്കും എന്ന സൂചനകളുണ്ട്. ആ കാര്യമാണ് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നും മനസ്സിലാക്കുന്നു. പല നിരന്തരമായ അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ മണിക്കൂറുകളോളം. അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ തുടരുന്നത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് എന്തായാലും അവിടെ സെല്ലിൽ പാർക്കാം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിക്ക് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഡാനി, നിരന്തരമായ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ നിയമ സംവിധാനത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പരസ്യമായി അത് ആവർത്തിക്കുന്നു. സ്ത്രീകൾക്ക് നേരെ ഏത് അധിക്ഷേപവും നടത്താം. നടി തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ പണത്തിന്റെ ഹുങ്കിൽ എന്തുമാകാം എന്ന ഒരു ഭാവമായിരുന്നു ഈ വ്യവസായിക്ക് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പോലീസ് എല്ലാ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും ഇല്ലാണ്ടാക്കിക്കൊണ്ട് പഴുതടച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഉള്ള സാധ്യതകൾ എന്താണ്? നാളെ കോടതിയിൽ ഹാജരാക്കും. നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ ചുമത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. ജാമ്യാപേക്ഷയ്ക്കുള്ള നൽകാനുള്ള നീക്കം എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനുള്ള സാധ്യതകൾ സംബന്ധിച്ച് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? രേണുക, ഇക്കാര്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കുന്നതിനൊപ്പം തന്നെ അവർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് കടന്നുവരും. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ ചില വിശദീകരണങ്ങളുണ്ട്. താൻ തമാശയായി പറഞ്ഞത് അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള രീതിയിലുള്ള ചില വിശദീകരണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഈ സമാനമായ രീതിയിലുള്ള ഈ കേസുകൾ വന്നിട്ടുള്ളതിൽ ഗുരുതരമായ വകുപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇതിൽ അവർക്ക് നൽകിയിട്ടുള്ള ചില രീതിയിലുള്ള ഇളവുകൾ, അത്തരം കാര്യങ്ങൾ ഇതിൽ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ജാമ്യം അനുവദിക്കപ്പെടാവുന്ന, കോടതിക്ക് പരിഗണിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നതാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് അറിയുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ കോടതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ്. കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ ജാമ്യം എടുക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ഇക്കാര്യങ്ങളിലുള്ളൂ എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകരുടെ ഒരു വിലയിരുത്തലെല്ലാം അതായിട്ട് പറയുന്നത്. എന്തായാലും അതിന് ഏതെല്ലാം രീതിയിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിയും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെയും ഏറ്റവും ഗൗരവതരം ഈ നടി നൽകിയ രഹസ്യമൊഴി, അത് സംബന്ധിയായ ഒരു വിവരവും തന്നെയും, അത് സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ്, അത് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെയില്ല. അത് വളരെ ഗുരുതരമായി നാളെ കോടതിയിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർക്കും അത്തരമൊരു നിരീക്ഷണമുണ്ട്. കാരണം അത് ഏത് രീതിയിലായിരിക്കും, ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഇതുവരെയും അത് പുറത്തു വന്നിട്ടുമില്ല. നാളെ കോടതിയിലായിരിക്കും അത് പ്രതിഫലിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ രീതിയിൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് നിസ്സംശയം പറയാം. കാരണം അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി അതിൽ കോടതിയിൽ മുറിയിൽ സംഭവിക്കുക എന്നത് സംബന്ധിച്ച്. മാത്രമല്ല, നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ നടി ഉയർത്തിയ ചില കാര്യങ്ങളുടെ കഴിഞ്ഞ കുറേ നാളുകളായി താൻ നിരന്തരം ഈ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. അതിനൊരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കാരണം അതുകൊണ്ടാണ് താൻ ഇതിലേക്ക് പുറത്തേക്ക് വന്നത്. തനിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പോരാട്ടമല്ല, മറ്റുള്ളവർക്ക് കൂടി മുന്നോട്ട് വരാൻ ഇതിന് കഴിയണം
വേണമെന്ന രീതിയിൽ തന്നെ അവർ അത് ഉയർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അവർ പറയുന്ന ഒരു കാര്യം, തന്റെ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട്, തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ ഒരു ധൈര്യത്തോടെയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നടി. ആ നിലപാടിന്റെ തന്നെ പ്രതിഫലനമാണ് ഈ അറസ്റ്റിൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളും. എന്തായാലും മനസമാധാനം തോന്നുന്നു എന്നതായിരുന്നു നടിയുടെ പ്രതികരണമെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ, നിയമ സംവിധാനത്തിന്റെ ഒക്കെ ബലം എന്താണ് എന്നത് കാണിക്കുന്നതാണ്. വലിയ വ്യവസായി, പണത്തിന്റെ ഹുങ്കിൽ അഭിരമിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇരിക്കുന്നത്. ഒപ്പം ഇന്ന് സെല്ലിൽ പാർക്കാൻ പോകുന്നത് എന്നത് ഈ രീതിയിൽ അധിക്ഷേപം നേരിട്ട ഓരോ സ്ത്രീകളെയും സംബന്ധിച്ച് സമാധാനം നൽകുന്ന കാര്യം തന്നെയാണ്.